പാലക്കാടുകാരുടെ ഓണാഘോഷങ്ങളൊക്കെ വളരെ വ്യത്യാസമുള്ളതാണല്ലേ. ഈ ഓണത്തൽ എന്താണ്? ഓണത്തല്ല് ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്ലോറിലും തിരുവോണ ദിവസം ചെറിയ രീതിയിൽ നമ്മൾ അതിന്റെ ഒരു കവറേജ് കൊടുത്തിരുന്നു. അപ്പം അത്തരം ഒരു റിപ്പോർട്ടിലേക്കാണല്ലേ ഇനി പ്രേക്ഷകർക്ക് എന്താണെന്ന് അറിയാം. നേരിട്ട് കണ്ടു നോക്കാം. ഓണാഘോഷങ്ങളുടെ ഭാഗമായി മധ്യ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നതും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതുമായ ആയോധന കലാരൂപമാണ് ഓണത്തല്ല്. പാലക്കാട് പല്ലശ്ശനയിൽ തിരുവോണ ദിവസവും അവിട്ട ദിവസവുമാണ് ഓണത്തല്ല് നടക്കുന്നത്. പല്ലശ്ശനയിലെ വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിൽ യുദ്ധസ്മരണകൾ ഉയർത്തി 100 കണക്കിന് പേരാണ് ഇത്തവണ ഓണത്തല്ലിന്റെ ഭാഗമായത്. ഓണസദ്യ കഴിഞ്ഞാൽ പിന്നെ പല്ലശ്ശനക്കാർ ഒരുങ്ങും. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഓണത്തല്ലിനായി പൈതൃക പെരുമയോടെ ഇത്തവണയും 100 കണക്കിന് പേർ പങ്കെടുത്ത ഓണത്തല്ലലും അവിട്ടത്തല്ലലുമാണ് പല്ലശ്ശനയിൽ അരങ്ങേറിയത്. വ്രതശുദ്ധിയോടെ ആർപ്പുവിളികളുമായി ദേശക്കാർ തല്ലുമന്തത്തിലെത്തി നിരയോട്ടം നടത്തും. പിന്നാലെ ദേശക്കാരണന്മാർ തല്ലിനായുള്ള സമുദായക്കാർ എത്തിയിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും. എത്തിയെന്ന് ഉറപ്പ് കിട്ടിയ ശേഷം ഓണത്തല്ലിന് തുടക്കമാകും. 2 തല്ലുകാരും മുഖത്തോട് മുഖം നോക്കി കൈകൾ കോർത്തു നിൽക്കും. പുറകിലെയാൾ മുതുകിലേക്ക് ആഞ്ഞടിക്കും. ഇതാണ് പല്ലശ്ശനയിലെ ഓണത്തല്ലിന്റെ പ്രധാന ആചാരം. പല്ലശ്ശന നാട്ടുരാജാവ് കുറൂർ നമ്പിടിയെ അയൽ നാട്ടുരാജാവായിരുന്ന കുതിരവട്ടത്ത് നായർ യുദ്ധത്തിൽ ചതിച്ചു കൊന്നു. തുടർന്ന് കുതിരവട്ടത്ത് നായർക്കെതിരെ നാട്ടുകാർ ഒരുമയോടെ നടത്തിയ പോർവിളിയുടെ സ്മരണയാണ് ഓണത്തല്ലെന്ന വിശ്വാസം. യുദ്ധവീര്യവും രാജഭക്തിയും വിളിച്ചോതി ദേശവാസികൾ നടത്തിയ ആ പോർവിളിയുടെ ഓർമ്മ പുതുക്കലാണ് പല്ലശ്ശനക്കാർക്ക് വർഷാവർഷമുള്ള ഓണത്തല്ലും അവിട്ടത്തല്ലും. അയൽ ദേശത്തെ രാജാവും ഇവിടുത്തെ രാജാവും തമ്മിലുണ്ടായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ മുറവിളിയാണ്. അതിൻ്റെ ഭാഗമായി ഈ ദേശത്തെ രാജാവിനെ ചതിച്ചു കൊല്ലുകയും അതിന് പകരം ചോദിക്കാനായി ഇവിടുത്തെ പ്രജകൾ ഒരുമ്പെടുകയുമാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. അതിനുശേഷമുള്ള കുറച്ച് ചടങ്ങുകൾ, കുമ്പളങ്ങ ഇരിക്കൽ, എറാവള്ളി പിടിക്കൽ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളത്തിലേക്ക് ചാടി കുളിച്ച് ശയനപ്രദക്ഷിണം നടത്തുകയാണ് ശേഷം ചെയ്യാറ്. റിപ്പോർട്ടർ, പാലക്കാട്.